എല്ലാവർക്കും പി സി ഗൈഡിലേക്ക് സ്വാഗതം. നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം, അതായത് 25-ാം തീയതി നടന്ന കേരള പി സിയുടെ ഡിഗ്രി ലെവൽ പ്രിലിമിനറി എക്സാമിൻ സ്റ്റേജ് 2-ൻ്റെ മലയാളം ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസാണ്. നമുക്ക് മലയാളം സിലബസ് പ്രകാരം മലയാളത്തിന് 10 ക്വസ്റ്റ്യൻസാണുള്ളത്. ഇത്തവണ ക്വസ്റ്റ്യൻ പേപ്പർ കുറച്ച് ടഫായിരുന്നു. അതുകൊണ്ട് കട്ട് ഓഫൊക്കെ ഒരു 45-50 ആ റേഞ്ചിൽ വരാനാണ് സാധ്യത. നമുക്ക് മലയാളം ഭാഗത്തുനിന്ന് 10 ക്വസ്റ്റ്യനാണുള്ളത്. അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ശരിയായ പദം തിരഞ്ഞെടുത്തെഴുതുക. ഇതിൽ ഓപ്ഷൻ എ ആരോഗ്യ ശരീരം, ബി അരോഗ ശരീരം, സി ആരോഗ്യ ശരീരം, ഡി അരോഗ ശരീരം. ഇതിനകത്ത് നമുക്ക് പെട്ടെന്ന് ആരോഗ്യ ശരീരം എന്ന് മനസ്സിലേക്ക് വരും, പക്ഷേ തെറ്റാണ്. അരോഗ ശരീരമാണ് ഉത്തരം. അരോഗ ദൃഢഗാത്രം എന്നൊക്കെ കേട്ട് കാണും. അതുകൊണ്ട് ഓപ്ഷൻ ബി അരോഗ ശരീരമാണ് ശരിയായ ഉത്തരം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, പോട്ടെ പ്ലസ് അവൻ ചേർത്തെഴുതിയാൽ നമുക്ക് മനസ്സിലേക്ക് ആദ്യം വരിക പോട്ടയവൻ എന്നുള്ളതാണ്. പക്ഷേ പോട്ടയവനും പോട്ടവനും രണ്ടും വരുന്നുണ്ട്. കുറച്ച് ട്രിക്കി ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ടാണ് ഓപ്ഷൻ സി 1ഉം 2ഉം ശരിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ പിരിച്ചെഴുതുക. കാട്ടിനേൻ. എല്ലാ പരീക്ഷയ്ക്കും ഇതുപോലൊരു ക്വസ്റ്റ്യൻ കാണണം. കാട്ടി പ്ലസ് ഏൻ ആണ് ഉത്തരം. കാട്ടിനേൻ. അടുത്ത ക്വസ്റ്റ്യൻ, തെറ്റില്ലാത്ത വാക്യം തിരഞ്ഞെടുത്തെഴുതുക. യൂഷ്വലി ഇങ്ങനത്തെയുള്ള ക്വസ്റ്റ്യൻസ് നല്ല ടഫ് ക്വസ്റ്റ്യനായി അങ്ങനെയായിരിക്കും ചോദിക്കുന്നുണ്ടാവുക. ഇത്തവണ നമുക്ക് പെട്ടെന്ന് തന്നെ സെൻറ്റൻസിൽ നിന്ന് വായിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഏതാണ് ശരി ഏതാണ് തെറ്റെന്നുള്ളത്. ഇതിൽ ഭാരതീയർ എല്ലാവരും സ്നേഹോദര ഭാവത്തോടു കൂടിയാണ് ഓപ്ഷനെ വർത്തിക്കണം. അത് തെറ്റാണ്. സ്നേഹോദര ഭാവം എന്ന് പറയില്ല. രണ്ടാമത്തെ ഓപ്ഷൻ ബി, ഭാരതീയർ എല്ലാവരും സ്നേഹാദര ഭാവത്തോടുകൂടി വർത്തിക്കണം, അതാണ് ശരി ഉത്തരം. സി നോക്കൂ, ഭാരതീയർ എല്ലാവരും സ്നേഹോദാര ഭാവത്തോടെ, തെറ്റാണ്. ഡി, ഭാരതീയർ എല്ലാവരും സ്നേഹ ഉദര ഭാവത്തോടുകൂടി വർദ്ധിക്കണം, അതും തെറ്റാണ്. അടുത്ത ക്വസ്റ്റ്യൻ, നോ ആക്ഷൻ സീംസ് ടു ബി കോൾ ഫോർ ഓൺ അവർ പാർട്ട് എന്നതിന് യോജിച്ച മലയാള വിവർത്തനം. ഇതിൽ നോക്കൂ, നമ്മുടെ ഭാഗത്തുനിന്ന് എടുത്ത നടപടി ഉചിതമായി തോന്നുന്നില്ല. അങ്ങനെയാണോ? അല്ല. നോ ആക്ഷൻ സീംസ് ടു ബി കോൾ ഫോർ ഓൺ അവർ പാർട്ട്. നോ ആക്ഷൻ സീംസ് ടു ബി, അത് നമ്മുടെ ഭാഗത്തുനിന്ന് നടപടിയൊന്നും എടുക്കേണ്ടതായില്ല എന്നാണ് വരുന്നത്. എടുത്ത നടപടി എന്നല്ല വരുന്നത്. അതുകൊണ്ട് ഓപ്ഷൻ എ അല്ല. ഓപ്ഷൻ ബി, നമ്മുടെ ഭാഗത്തുനിന്ന് പ്രവൃത്തി എടുക്കാൻ വിളിച്ചതായി. എന്ന് അവർ കൺഫ്യൂസ് ചെയ്യിക്കാൻ വേണ്ടി കോൾഡ് എന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് നമുക്ക് അങ്ങനെ തോന്നാൻ ചാൻസ് ഉള്ളത് കൊണ്ടാണ് അങ്ങനെ വന്നിട്ടുള്ളത്. തെറ്റാണ്. നമ്മൾ ആവശ്യപ്പെട്ടതിന് ഒരു പ്രതികരണം ഉണ്ടായതായി കാണുന്നില്ല, അതും തെറ്റാണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. നമ്മുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു നടപടി എടുക്കേണ്ടതായി തോന്നുന്നില്ല, അതാണ് ഉത്തരം. അടുത്ത് തേൻ. ഇതിൽ നമുക്ക് തേൻ എന്ന അർത്ഥം വരുന്ന പദം പെട്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മധുപം ഉത്തരമായിട്ട് തോന്നും, പക്ഷെ മധുപം തെറ്റാണ്. മധുലിയാണ് ഉത്തരം. അടുത്തത്, കൊത്തിക്കൊണ്ട് പറക്കാനും വയ്യ ഇട്ടേച്ച് പോകാനും വയ്യ എന്നതിന് സമാന സന്ദർഭത്തിൽ പ്രയോഗിക്കാവുന്ന മറ്റൊരു പഴഞ്ചൊല്ല്. ഇതിൽ അത്യാവശ്യം ഒരു ട്രിക്കി ക്വസ്റ്റ്യനാണ്, സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യനാണ്. നമുക്ക് ആദ്യത്തെ 3 ഓപ്ഷൻ വായിച്ചു നോക്കാം. കഷത്തിലിരിക്കുന്ന വീഴുകയും വരുത്, ഉത്തരത്തിലിരിക്കുന്നത് എടുക്കുകയും വേണം. മതിരിച്ചിട്ട് തുപ്പാനും മേല, കച്ചിട്ടിറക്കാനും മേല, അമ്മയോട് കൂടി മരിക്കുകയും വേണം, അച്ഛനോടുകൂടി ജീവിക്കുകയും വേണം. ഇത് 3. പാല് കൊടുത്ത കയ്യിന് തന്നെ കൊത്തുക, അത് വരില്ല എന്തായാലും. അപ്പം ഈ 3 വരുന്നുണ്ട്. നമുക്ക് ക്വസ്റ്റ്യൻ ഒന്നുകൂടി വായിച്ചു നോക്കാം. കൊത്തിക്കൊണ്ട് പറക്കാനും വയ്യ ഇട്ടേച്ച് പോകാനും വയ്യ എന്നതിന് സമാനമായ പദം എന്നാണ് പറയിട്ടുള്ളത്. നമുക്കപ്പോൾ എന്താണ് ഇതിൽ വരിക? കഷത്തിലിരിക്കുന്ന വീഴുകയും വരുത്, ഉത്തരത്തിലിരിക്കുന്ന എടുക്കുകയും വേണം. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇതാണോ വരുന്നത്? അല്ല. കൊത്തിക്കൊണ്ട് പറക്കാനും വയ്യ ഇട്ടേച്ച് പോകാനും വയ്യ. അതിൻ്റെ സമാന രൂപത്തിൽ വരുന്നത് മതിരിച്ചിട്ട് തുപ്പാനും മേല, കച്ചിട്ടിറക്കാനും മേല എന്നുള്ളതാണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. അടുത്ത എതിർലിംഗം. ഇതൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ചെട്ടിച്ചി. ചെട്ടിയുടെ സ്ത്രീലിംഗമാണ് ചെട്ടിച്ചി. അടുത്തത്, മഞ്ഞപ്പട്ടുടുത്തവൻ. പീതാംബരൻ എന്നാണ് പേര്. മഞ്ഞപ്പട്ടുടുത്തവൻ, പീതാംബരൻ. കൃഷ്ണൻ എന്നൊക്കെയുള്ള അർത്ഥമാണ് മഞ്ഞ കളർ. അടുത്ത ക്വസ്റ്റ്യൻ, ധൃതി എന്ന വാക്കിൻ്റെ അർത്ഥം. ധൃതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് പോവുക, തിടുക്കം, വേഗം. ഓപ്ഷൻ 1ഉം അതായത് ഓപ്ഷൻ 3 and 4 ആണ് ശരി. 3 and 4 ഓപ്ഷൻ സി ആണ് ശരി. അപ്പോൾ അങ്ങനെ നമുക്ക് 10 ക്വസ്റ്റ്യനാണ് ഉണ്ടായിരുന്നത്. ഈ 10 ക്വസ്റ്റ്യനിൽ ഒരു ആവറേജ് നമുക്ക് പഠിച്ചിട്ടുള്ള ഒരാൾക്ക് ഒരു 5 ക്വസ്റ്റ്യനോളം ആൻസർ ചെയ്യാൻ പറ്റും. നന്നായി പഠിച്ചിട്ടുള്ള ഒരാൾക്ക് ഒരു 8 ക്വസ്റ്റ്യൻ വരെ ആൻസർ ചെയ്യാൻ പറ്റും.
ഇങ്ങനെയായിരുന്നു ഇത്തവണത്തെ ഡിഗ്രി ലെവൽ പ്രിലിംസിൻ്റെ മലയാള ക്വസ്റ്റ്യൻസിൻ്റെ പാർട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം ടഫ് എന്ന് പറയാം, പക്ഷേ ബാക്കിയുള്ള GK, ജനറൽ അവയർനെസ്, ഹിസ്റ്ററി അതൊക്കെ ആയിട്ട് നോക്കുമ്പോൾ അത് കമ്പയർ ചെയ്യുമ്പോൾ ഇത് കുറച്ചുകൂടി ഈസി ക്വസ്റ്റ്യൻസ് ആണ്. നമ്മുടെ ഒരു 5 മുതൽ 6 ക്വസ്റ്റ്യൻ വരെ ഇതിൽ നിന്ന് ശരിയാക്കാൻ പറ്റാവുന്നതാണ്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ ഇംഗ്ലീഷ് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.